ഹലോ, ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളും ഇവിടെ അടിപൊളിയാണ്. സോ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ, കുറേ സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ലാസ്റ്റ് വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. പിന്നെ ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും ഇങ്ങനെ മേലക്ക് നോക്കുന്നുണ്ടെന്ന്. അത് ആക്ച്വലി ഞാൻ എത്ര എനിക്കറിയുന്ന കാര്യമാണെങ്കിലും ക്യാമറ ഓൺ ആക്കിയാൽ ഞാൻ എല്ലാം മറന്നു പോകും, ഭയങ്കരമായിട്ട് ബ്ലാങ്ക് ആയി പോകും. അപ്പം ഞാൻ അറിയാണ്ട് നോക്കി പോകുന്നതാണ്, ആലോചിക്കുന്നതാണത് മേലക്ക് നോക്കുന്നത്. കുറേ ആക്ച്വലി പറയുന്നുണ്ട് ആ വീഡിയോയിൽ. അപ്പോൾ അതും ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ആഡ് ചെയ്യണതാ. ഞാനതൊക്കെ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ നമ്മളിതാ ഇപ്പോൾ നെഹദയ്ക്കാണ് ഇപ്പോൾ ഫസ്റ്റ് പോകുന്നത്. ഒരു ഒഫീഷ്യൽ മീറ്റപ്പ് ഉണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ നെക്സ്റ്റ് പ്ലാൻ. ഭയങ്കര ട്രാഫിക്കാണ്. സോ എന്തായിരുന്നു എല്ലാവരും ക്രിസ്മസ് പരിപാടികൾ? ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്തോ? നമ്മൾ ആക്ച്വലി ക്രിസ്മസിന് എപ്പോഴും പോയില്ല. ക്രിസ്മസ് സിറ്റി ഒക്കെ ഉണ്ടായിരുന്നു അവിടെ, ക്രിസ്മസ് വില്ലേജ് ഉണ്ട് അവിടെ ആക്ച്വലി ദുബൈയിൽ. അവിടെ എല്ലാവരും പോയിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങൾ മാത്രം പോയില്ല. പോകാനുള്ള ഒരു ടൈം കിട്ടിയില്ല. ഇൻഷാ അല്ലാ ഡിസംബർ കഴിയാനുള്ളിൽ പോകണമെന്നുണ്ട്. ഡിസംബർ ക്രിസ്മസ് കഴിഞ്ഞാലും ക്രിസ്മസ് വില്ലേജ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അതിന്റെ ഇടക്ക് ഒരു ഇതുണ്ടായിരുന്നു, JBR തോന്നുന്നുണ്ട്, ഒരു സ്നോഫോളൊക്കെ ആയിട്ട്. പക്ഷെ അത് കഴിഞ്ഞു ടൈം, അതൊക്കെ പോകാൻ പറ്റിയില്ല. അതിന് കുറേ മോളില്, വാഫി മോളിലൊക്കെ വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം തീരെ പോയില്ല, എവിടെയും പോയില്ല. അല്ലെങ്കിൽ ചിലപ്പോ വീക്കെൻഡൊക്കെ വെറുതെ നടക്കാനേലും അങ്ങോട്ടൊക്കെ പോവാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അങ്ങോട്ടും പോയില്ല. സമയം കിട്ടിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ മുനുവിന് ബിസി ആയിരുന്നു. മുന്നു ഭയങ്കര ബിസി ആയിരുന്നു. അതെ, അതുകൊണ്ടാണ് എവിടെ പോവാൻ പറ്റാതെ. അതുകൊണ്ട് ഞാൻ പിന്നൊന്നും പറയാതെ, ക്രിസ്മസ് ട്രീ കണ്ടില്ലെങ്കിലും കയറ്റി പിടിക്കാലോ എന്ന് വെച്ചു. ഇനിയിപ്പോ വരേണ്ട ന്യൂ ഇയർ ആണ്. എന്താണ് എല്ലാവരും ന്യൂ ഇയർ പ്ലാൻസ്? നമ്മളെ പ്ലാൻ എന്താ? നമുക്കും പ്ലാൻ ഒന്നും ആയിട്ടില്ല. ഇനിയിപ്പോ പക്ഷെ ഈ ന്യൂ ഇയറിന് അതിന് പോയിട്ട് കാര്യമില്ല, ഭയങ്കര തിരക്കായിരിക്കും. പക്ഷെ ലീവയിലൊക്കെ പോവാണെങ്കിൽ ഒന്നുകൂടി നല്ല എൻജോയ് ചെയ്യാൻ പറ്റണ്ടേ. ഭയങ്കര തിരക്കായിട്ട് ക്രൗഡഡ് ആവും. ന്യൂ ഇയറിന്റെ ഈവിന് നമുക്ക് റാസൽ ഗെയിമിൽ പോവാം. അവിടെ റെക്കോർഡ് ഇതുണ്ട്, ഫയർ വർക്ക് ഉണ്ടാവും, നല്ല രസമുണ്ട്. ഇങ്ങനെ നിരന്ന് പൊട്ടും. എനിക്ക് ആക്ച്വലി ന്യൂ ഇയർ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ആക്ച്വലിയിലാണോ ന്യൂ ഇയർ ഇരിക്കുന്നത്? ന്യൂ ഇയറിലാണോ ഈ ആക്ച്വലി ഇരിക്കുന്നത്? കമന്റുകളിൽ ട്രോളി കൊല്ലിട്ടോ തന്നെ. ആക്ച്വലി അത് വരുന്നതാണ്. അല്ല, ആക്ച്വലി എന്നുള്ളത് അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാ. എന്താന്ന് അറിയില്ല. ആക്ച്വലി ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പൊ പറഞ്ഞത് എനിക്ക് ന്യൂ ഇയർ ഭയങ്കര ഇമ്പോർട്ടന്റ്. ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാല് ന്യൂ ഇയർ നന്നായാലും ഒരു വർഷം മൊത്തം നന്നാവുന്ന. ചില ആൾക്കാർ കഴിഞ്ഞ വർഷം എന്റെ ന്യൂ ഇയർ കൊണ്ടേ തകർത്തു. അതുകൊണ്ട് തന്നെ ഈ വർഷം മൊത്തം എനിക്ക് മോശമായിരുന്നു. ഇൻഷാ അല്ലാ അടുത്ത വർഷം നന്നായാ മതിയായിരുന്നു. ഇല്ല, എനിക്ക് അങ്ങനെ ഉണ്ട്. മുനു മീറ്റിങ്ങിന് പോയി. ഞാൻ കാറിൽ വെയിറ്റ് ചെയ്യുന്ന. ഞാനല്ലേ
നേരത്തെ എടുത്ത ക്ലിപ്പിങ്സ് ഒക്കെ നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, എൻ്റെ മുഖം ഭയങ്കര പഫി ആയിട്ട് ഫീൽ ആവുന്നുണ്ടല്ലേ. മേ ബി രാവിലെ എണീറ്റ കാരണമായിരിക്കും. പിന്നെ അതുമല്ല, ഞാനിപ്പോൾ അടുത്തൊരു ഹെയർ കട്ട് കഴിഞ്ഞ കാരണം ഈ ഫ്രണ്ടിലുള്ള ഈ മുടിയൊക്കെ ചെറുതാണ്, ബാക്കിലേക്ക് കെട്ടാനുള്ള അത്ര ലെങ്ത് ഇല്ല. അതുകൊണ്ട് ഈ മുടിയൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. എനിക്ക് ആക്ച്വലി ഒരു ബിലീഫ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹെയറില്ലേ, എസ്പെഷ്യലി ഹെയറിൻ്റെ തുമ്പ് അറ്റം ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി ക്യാരി ചെയ്യുമെന്ന് ഞാൻ ഏതോ കാലത്ത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിൽ ഞാൻ എല്ലാ വർഷം ഡിസംബർ ആകുമ്പോൾ ഞാൻ ഹെയർ കട്ട് ചെയ്യും. കാരണം ഐ ഫീൽ ലൈക്ക് ആ ഒരു 1 ഇയറത്തെ എല്ലാ ബാഗേജും നെഗറ്റിവിറ്റിയും ഒക്കെ മൈ ഹെയർ ഇസ് ക്യാരിയിങ് എന്നൊരു ഫീൽ എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊക്കെ കളയാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്യാറുണ്ട്. ഇത് കാരണം ഞാൻ ഇപ്രാവശ്യം വെട്ടി. പക്ഷേ വെട്ടിയത് കുറച്ച് എന്തോ ആയിട്ടുണ്ട്. മുനുവിനെ വെയിറ്റ് ചെയ്യാം. മുനു എപ്പോഴാണോ വരിക, എപ്പോഴാണോ കഴിയുക. അപ്പോൾ പുറത്ത് കാറിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. എൻ്റെ സൗണ്ടിന് ആക്ച്വലി പ്രശ്നമുണ്ടോ? ലൈക്ക് സൗണ്ടിനല്ല, എൻ്റെ സൗണ്ട് വീഡിയോയിൽ ക്ലിയർ ആണോ, കേൾക്കുന്നുണ്ടോ മര്യാദക്ക്? ബാക്കി കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത വീഡിയോസിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യണം. പിന്നെ എൻ്റെ മെച്ചോറിറ്റി എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും എൻ്റെ ഫാമിലി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണമെന്നില്ല, എന്നെ വിളിച്ചാണെങ്കിലും പറഞ്ഞാൽ മതി. ഇപ്പോൾ ടൈം 10:30 ആയിട്ടുള്ളൂ. ഇനിയുണ്ട് കുറേ ടൈം. ഇന്ന് ശരിക്കും ഞങ്ങൾക്ക് അങ്ങനെ വല്ലാണ്ട് പ്ലാൻസ് ഒന്നുമില്ല. ആകെയുള്ള ഒരു മെയിൻ 2 പ്ലാൻ എന്ന് വെച്ചാൽ, ഒന്ന് ലഞ്ച് നമ്മൾ സെയിം സ്പോട്ട്, നമ്മൾ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള അബുഹയിലുള്ള മന്തി, സംസം മന്തിയിൽ പോകണം. പിന്നെ സെക്കൻഡ്ലി നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ദുബായ് ഫ്രെയിമിൽ പോകാനാണ് ഇന്ന് ഓവറോൾ ഒരു പ്ലാൻ ഇട്ടിട്ടുള്ളത്. കുറേ വർഷമായി ഞങ്ങളിവിടെ ഉള്ളത്. ഞാൻ ദുബായ് ഫ്രെയിം വന്നിട്ടും കുറേ വർഷമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ റെസിഡൻ്റ് ആയിക്കൊണ്ട് നമ്മൾ ഇവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടിലൊന്നും പോയിട്ടില്ല. നമ്മൾ ഇവിടെ ഉണ്ട്, ദുബായിൽ ഇതൊക്കെ ഉണ്ടെന്ന് അറിയാം, ഇതൊക്കെ പുറത്തുനിന്ന് കാണാറുണ്ട്. പക്ഷെ അതിനായിട്ട് കയറാനോ ഇതിനൊന്നും പോകാറില്ല. ടൂറിസ്റ്റൊക്കെ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ എല്ലാം കവർ ചെയ്യണം എന്നൊരു അജണ്ട വെച്ചിട്ടാണല്ലോ വരാം. അപ്പോൾ അതിലൊക്കെ കയറും. അല്ലാണ്ട് ആരതിനൊക്കെ പോയി കയറണം. കുറേ കാലമായിട്ട് എൻ്റെ മമ്മക്ക് പറയുന്നു കയറണം. സോ ഇന്ന് പോയി കയറാനാണ് ഞങ്ങളെ പ്ലാന്. അതാണ് നമ്മളെ ഇന്നത്തെ 2 മെയിൻ പ്ലാന്. അതല്ലാണ്ട് വേറൊരു പ്ലാനുമില്ല. ബാക്കിയൊക്കെ വരുന്ന വഴിക്ക് നോക്കാം. അങ്ങനെ മുനുവിന്റെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. നമുക്ക് ഇനിയും ടൈം ഉണ്ട്. അതുകൊണ്ട് അടുത്തുള്ള സഹാറ സെന്ററിൽ കയറി. നാളെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഗിഫ്റ്റ് വാങ്ങി. ക്രിസ്മസ് ട്രീ ഞാൻ കണ്ടില്ല എന്നിപ്പോ പറഞ്ഞേ ഉള്ളൂ. ഇവിടെ വന്നപ്പോ നിറച്ച് ക്രിസ്മസ് ട്രീ, പല രീതിയിലും രൂപത്തിലും ഭാവത്തിലും. അതിനുശേഷം നമ്മൾ വീണ്ടും കുറച്ചു നേരം മോളിൽ നടന്നപ്പോക്കും നമുക്ക് പോവാനുള്ള ടൈമായി. ഈ ലഞ്ച് ടൈം ആയിക്കൊണ്ട് വല്ലാണ്ട് ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ബ്ലോക്ക് കിട്ടി. ഞങ്ങൾ ഈ ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ 3 ഫ്ലൈറ്റാണ് അതിൻ്റെ ഇടയിൽ കൂടി പാസ് ചെയ്തത്. അബുഹയിൽ നമ്മളെ ഫാമിലിയും ജോയിൻ ചെയ്തിട്ട് നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടി കയറി. ഞങ്ങൾ യൂഷ്വലി ഒറ്റയ്ക്കായിരുന്നു ഈ ബ്രാഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ് കേട്ട് ഇവർ കുറേ കേട്ടിട്ടുണ്ട് ഈ ബ്രാഞ്ചിനെ പറ്റി. ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തത് മട്ടൻ ഹനീത്തും ഹമ്മൂർ മന്തിയായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഇവരെ ലേറ്റസ്റ്റ് അഡീഷൻ ആണ് കേട്ടോ ഈ മട്ടൻ ലിവർ ഫ്രൈ. ഡിസേർട്ടും കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ദുബായ് ഫ്രെയിമിലേക്കായിരുന്നു. ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ 2:30 ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇത്ര നേരത്തെ നമ്മൾ ദുബായ് ഫ്രെയിമിൽ പോണത്. ബട്ട് ടിക്കറ്റ് കൗണ്ടറിലത്തെ ക്യൂവും അതിനുശേഷം വേറെ 3-4 ക്യൂ കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്ത് ജസ്റ്റ് കയറാൻ തന്നെ ഓൾമോസ്റ്റ് ഒരു 4:30 ആയി. ക്യൂ ഒക്കെ കഴിഞ്ഞെന്ന് വിചാരിച്ച് അകത്ത് കയറിയപ്പോൾ അവിടെയും വേറെ വലിയ ക്യൂ.
And finally, after many years, നമ്മൾ ദുബായ് ഫ്രെയിം കണ്ടിരിക്കുന്നു. And that was pretty good experience as well. After that, നമ്മൾ സ്ഥിരം ചായ സ്പോട്ട് ആയിട്ടുള്ള കരാമയെ പോയി. ചായ പരിപാടിയോടും കഴിഞ്ഞപ്പോൾ നമുക്ക് വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഓൺ ദ വേ മിർദീവ് സിറ്റി സെന്ററിൽ വെറുതെ കയറിയതാ. അപ്പോഴാണ് ഈ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ സെയിൽ ജസ്റ്റ് ഫോർ ഫൺ ഒന്ന് കയറിയതാണ്. ബട്ട് ഒരു കവർ ആയിട്ടാണ് തിരിച്ചു കയറിയത്. ആൻഡ് ദ ആക്ച്വൽ ഫൺ വാസ് ഓൺ ദി റോഡ്. നല്ല ട്രാഫിക് ആയിരുന്നു. Finally, after a long wait, back home.